എല്ലാവർക്കും നമസ്കാരം. ജെറിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ്. നവാബി സെമായി ഡെസേർട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. കനം കുറഞ്ഞ സേമിയയും ക്രീം കസ്റ്റാർഡും കൂടെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റോടു കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഒരു വെറൈറ്റി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഡെസേർട്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് ബട്ടറിൽ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു സേമിയയുടെ ക്രിസ്പായിട്ടുള്ളതും പിന്നെ കസ്റ്റേർഡ് ക്രീമും കൂടെ കഴിക്കുമ്പോൾ നിർത്താതെ കഴിക്കാൻ തോന്നുന്ന ഒരു ടേസ്റ്റാണ്. പിന്നെ ഇത് തണുപ്പിച്ചിട്ടാണ് കഴിക്കുക എങ്കിൽ കൂടെ തണുപ്പിക്കാതെ കഴിച്ചാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് കനം കുറഞ്ഞ സേമിയാണ് വേണ്ടത്. അപ്പോൾ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് ഞാൻ ഒന്ന് കൈകൊണ്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിച്ചെടുക്കണ്ട കേട്ടോ. ഒന്ന് കൈകൊണ്ട് ഒന്നങ്ങനെ ഞരടി എടുത്താൽ മതി. അപ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ആ ഒരു തരത്തിലാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കസ്റ്റേർഡ് പൗഡറാണ് വേണ്ടത്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ട് കുറച്ച് പാലിൽ കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. കട്ടയില്ലാതെ കലക്കിയെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ടിട്ട്, ബട്ടർ നമുക്ക് കൂടുതൽ ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മെൽറ്റായി വന്നാൽ ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു സിം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് കളറ് മാറുന്ന വരെ ചെയ്തെടുക്കാം. ഇത് നന്നായി കനം കുറഞ്ഞത് കാരണം ഇത് ഞാൻ അധികം അങ്ങോട്ട് മുരിയിച്ചെടുക്കണമെന്നില്ല കേട്ടോ. ഇതേ ഒരു തരത്തിലായി തന്നെ ഇത് നല്ല ക്രിസ്പായി കിട്ടുകയും ചെയ്യും, നല്ല വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം നന്നായിട്ട് ബട്ടറിൽ മിക്സാക്കിയെടുത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഞാനൊരു 3/4 കപ്പോളം എടുത്ത് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെ ചേർത്താൽ മതി. എന്നിട്ട് അത് നന്നായി പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലെ പഞ്ചസാര പൊടിക്കണേലേക്ക് ഞാൻ 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നന്നായി ബട്ടറിൽ പഞ്ചസാരയും പാൽപ്പൊടിയും ഈ ഏലക്കായുടെ മണം ഒക്കെ കൂടെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് കസ്റ്റേർഡ് ക്രീം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 ലിറ്റർ പാല് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിനായിട്ട് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഞാൻ ചേർക്കണില്ല കേട്ടോ. പഞ്ചസാര നേരത്തെ നമ്മൾ സേമിയ വറുക്കുന്നതിലേക്ക് ചേർത്തിട്ടില്ല, അത് അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 കപ്പ് 250 ml കപ്പിൽ 3/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് പതുക്കെ ഇളക്കി ചേർക്കുക. കട്ട കെട്ടാതെ ചേർക്കണം കേട്ടോ. എന്നിട്ട് അത് ഒന്ന് തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് അറിയതിന് ശേഷം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. വീഡിയോ കാണുന്നതിനിടയിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് പുഡിങ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് സേമിയ വറുത്തത് ഒന്ന് അടിയിൽ നിരത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് അമർത്തിയെടുക്കുക കേട്ടോ. അതൊരു ലെയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് കസ്റ്റേർഡ് ക്രീം ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും കുറച്ചൊരു കട്ടിക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച് സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ലെയറും കൂടി കസ്റ്റേർഡ് ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകളിലേക്ക് ബാക്കിയുള്ള സേമിയ വറുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും അതേപോലെ ബദാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പിസ്ത ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് രണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഇതൊന്ന് ബട്ടറിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ താഴെ നമുക്ക് തണുപ്പിക്കാനായിട്ട് വെക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്വീറ്റ് ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.